കൊല്ലത്തെ വയോജന അഭയ കേന്ദ്രത്തിൽ 72-കാരിയെയും 70-കാരിയെയും ലൈംഗികമായി പീഡിപ്പിച്ചതായി പരാതി. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വയോധികരായ അന്തേവാസികളെ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി. സംഭവത്തിൽ അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊല്ലത്തുനിന്നും എം മനോജ് ചേരുന്നു. മനോജ്, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്തയാണ്. അഭയകേന്ദ്രത്തിലുള്ള വയോജനങ്ങളാണ്, അത് 72ഉം 70ഉം വയസ്സുള്ള വൃദ്ധരാണ്. അവരെയാണ് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചത്. നിലവിലിപ്പോൾ ഒരാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നടത്തിപ്പുകാരിൽ മറ്റ് ആൾക്കാരെ കൂടി പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ നോക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? രോഹിണി, ഈ കൊല്ലം തെന്മല പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന അഭയകേന്ദ്രത്തിനെതിരെയാണ് ഇത്തരത്തിൽ പരാതി ഉയർന്നിട്ടുള്ളത്. ഈ കേന്ദ്രത്തിന്റെ ഉടമയ്ക്കെതിരെയാണ് ഈ പരാതി വന്നത്. 2018 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള സ്ഥാപനമാണ്. 3 സ്ത്രീകളും 9 പുരുഷന്മാരും ഉൾപ്പെടെ 12 പേർ അന്തേവാസികളായിട്ടുണ്ട്. ഇതിൽ ഈ സ്ഥാപനത്തിന്റെ ഉടമ തങ്ങളെ ക്രൂരമായ ശാരീരിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് വയോധികർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. 70ഉം 82ഉം വയസ്സുള്ള വയോധികർ ഈ പരാതിക്കാരായിട്ടുള്ളത്. ഇയാളുടെ, അതായത് ഈ ഉടമയുടെ ഭാര്യ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 25-നാണ് ഈ പിടിയിലായ ആളുടെ ഭാര്യ മരിച്ചത്. ഭാര്യയുടെ മരണത്തിന് ശേഷം ഇയാളാണ് ഈ സ്ഥാപനം നോക്കി നടത്തിയിരുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിൽ ഒരാളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ അതിക്രമത്തിനിരയായ വയോധികരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 72-കാരിയെയും 70-കാരിയെയും ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് പരാതി. ഏതായാലും ഗുരുതരമായിട്ടുള്ള പരാതിയാണ് ഉയർന്നത്. ഇതിന്മേലാണ് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു തരത്തിലുള്ള അന്വേഷണം കൂടെ പോലീസ് നടത്തി വരുന്നുണ്ട്. കാരണം ഈ അഭയകേന്ദ്രത്തിന്റെ മറവിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടന്നിരുന്നോ എന്നുള്ളത് കൂടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ശരി, എം മനോജാണ് വിവരങ്ങൾ നൽകിയത്.